ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ്കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് 3 അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ ഫ്രീലാൻസിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവായിട്ട് ഗിറ്റാബിനകത്ത് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ കോഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ബൈ മി എ കോഫി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് തരാം. ഇന്ന് തന്നെ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈവായിട്ടുള്ള പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് HTML CSS JavaScript ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന ആ ഒരു റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തീം വാഗൻ്റെ ചെയ്യുന്നുണ്ട്, ലിങ്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രീമിയം ഉണ്ട്. ഇവിടെ പ്രീമിയം ഞാൻ ജസ്റ്റ് $59 USD ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഗൂഗിളിൽ നോക്കാം. നമുക്ക് $59 USD എത്രയാണ് INR-ലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5000-ൽ കൂടുതൽ ചെയ്യുന്നുണ്ട്, എമൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഒരു ഫ്രീ ടെംപ്ലേറ്റ് എടുക്കാം. ഇതിൽ ഏത് വെബ്സൈറ്റ് ചൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലൈവ് പ്രിവ്യൂ ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡിസൈനറിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്, പോർട്ട്ഫോളിയോ. അപ്പോൾ ഞാനത് ചൂസ് ചെയ്യുകയാണ്. അതിനകത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേജസ് ഉണ്ട്, കോൺടാക്റ്റ്, അതുപോലെ തന്നെ ബ്ലോഗ്, അങ്ങനെ ഒരുപാട് റെസ്യൂമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ പേജസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് കോഡിനകത്ത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ കോഡൊന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വരുന്ന കണ്ടൻസ്, അതുപോലെ തന്നെ ഇമേജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ തിരിച്ച് ആ വെബ്സൈറ്റിലോട്ട് തന്നെ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ കാണും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സിപ്പ് ഫയൽ ഉണ്ട്, അത് നമുക്കിനി എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോൾഡർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുകളിൽ കാണിക്കുന്നുണ്ട് എക്സ്ട്രാക്ട് ഓൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്ത് സെലക്ട് ചെയ്യാൻ പറ്റും, എവിടേക്കാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന്. ഞാനിവിടെ പാത്ത് മാറ്റി കൊടുക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിലോട്ടൊക്കെ മാറ്റാം. ജസ്റ്റ് ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഇനി നിങ്ങൾ തിരിച്ച് ഡൗൺലോഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെയിം നെയിമുള്ള 2 ഫോൾഡർ കാണാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് ആ ഒരു കംപ്രസ്ഡ് സിപ്പ് ഫയലാണ്. അത് ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. മറ്റേ ഫയൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ VS കോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ വിൻഡോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ, ടോപ്പിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഓപ്പൺ ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ്സിനകത്ത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള അവിടെ വരും. ഇല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ ഫോൾഡർ നെയിം എന്താണോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ ഫയൽ എന്ന് പറയുന്നത് index.html ആണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ലൈൻ ഓഫ് കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കോഡൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടൻസ് മാത്രമാണ് ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കാരണം ഒരുപാട് ലൈൻ ഓഫ് കോഡ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും, കോഡ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി VS കോഡിൻ്റെ മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അതിനകത്ത് ടെർമിനലിൽ ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പവർ ഷെല്ലല്ല, നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിനകത്താണ് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ പവർ ഷെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആരോ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ആണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത് ക്ലർക്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉള്ളത്. അതിനടുത്ത് വീണ്ടും ഒരു ഫയൽ സെയിം ഫോൾഡർ നെയിം ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോകാൻ നമുക്ക് CD ക്ലർക്ക് മാസ്റ്റർ എന്ന് കൊടുക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ഫോൾഡർ നെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെമോ പോർട്ട്ഫോളിയോ എന്നെങ്ങാനും കൊടുക്കാം. ഞാൻ ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് ഡെമോ പോർട്ട്ഫോളിയോ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫോൾഡറിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിൻഡോസിൽ വേറൊരു ഫോൾഡറിലോട്ട് പോയിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ വരണമെങ്കിൽ ജസ്റ്റ് ചെയ്താൽ മതി, CD സ്പേസ് ഇട്ടിട്ട് 2 ഡോട്ട് അടിച്ച് എൻ്റർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ഒരു ക്ലർക്ക് മാസ്റ്റർ എന്ന് പറയുന്ന മെയിൻ ഫോൾഡറിലാണ്. ഇനി നമുക്ക് ഡെമോയിലോട്ട് പോകണം. അപ്പോൾ CD സ്പേസ് ഡെമോ പോർട്ട്ഫോളിയോ എന്ന് കൊടുക്കേണ്ട, D എന്ന് കൊടുത്ത് ജസ്റ്റ് ടാബ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ വരും. ആകെ ഒരു ഫോൾഡർ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് പോവാം. ഇനി ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഫയലിൻ്റെ നെയിം എന്താണോ index.html എന്നാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് index.html എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ബ്രൗസറിനകത്ത് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിന് വേറെ ഒരു ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റൈലിലോ ഒരു വ്യത്യാസമോ ഇല്ല. പക്ഷേ അതിൻ്റെ പാത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് C ഡ്രൈവിനകത്താണ്, അതുപോലെ തന്നെ നമ്മുടെ യൂസർ, അതുപോലെ തന്നെ ഡൗൺലോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് പാത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനകത്തുള്ള ഇമേജസും അതുപോലെ തന്നെ കണ്ടൻസും മാത്രം നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് വെബ്സൈറ്റിലുള്ള നെയിം മാറ്റാം. അപ്പോൾ ഇവിടെ ക്ലർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ നെയിം മാറ്റിയിട്ട് ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ക്ലർക്ക് എന്ന് നമുക്ക് ഗ്ലോബലി സെർച്ച് ചെയ്യാൻ പറ്റും. VS കോഡിൽ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ Ctrl+F എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓരോ ഫയലായിട്ടും സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള ആരോ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് കാണും. അപ്പോൾ ഇവിടെ I am ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ട് നെയിം, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, എൻ്റെ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കോഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അഥവാ എന്ത് ചെയ്യാണ് സ്പാനോ അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ടാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാഗ് എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ കാണിക്കും, അതായത് റെഡ് കളറിലൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അതൊന്നും റിമൂവ് ചെയ്യരുത്. ആ ഒരു 2 സ്പാനിനൊക്കെ അകത്ത് കൊടുത്തിട്ടുള്ള കണ്ടൻസ് മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ ആ വെബ് ഡിസൈനർ എന്ന് മാറ്റിയിട്ട് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ എന്നുകൂടെ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് വെബ്സൈറ്റിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ആ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. I am ഫൈസർ റഹ്മാൻ, അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ആകുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻ ലണ്ടൻ എന്ന് കാണിക്കുന്നുണ്ട്. അത് ലണ്ടൻ എന്ന് മാറ്റിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഗ്ലോബലി വന്നിട്ട് നമ്മൾ ലണ്ടൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ ഏത് പേജിൽ എവിടെയാണ് ലണ്ടൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ ലണ്ടൻ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇന്ത്യ എന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് വെബ്സൈറ്റിലോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ലണ്ടൻ എന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്ത്യ എന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് നമുക്ക് ഇമേജ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് എല്ലാ ഇമേജസും എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, പാത്ത് വിളിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള ഇമേജസ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിന് പകരമായിട്ട് സെയിം നെയിം തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറെ നെയിം യൂസ് ചെയ്യാം. നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കോഡിനകത്തും ആ ഒരു നെയിം തന്നെ വിളിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഇമേജ് വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആവുള്ളൂ. ഞാനിവിടെ ഡെമോ ആയിട്ടൊരു ഇമേജ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മൈ ഫയലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ഇമേജസ് ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. നിങ്ങൾ നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ള ഇമേജ് ആഡ് ചെയ്യുക. ഞാനിത് എവിടെയും ഈ ഒരു പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണേ, നമ്മുടെ ഫോൾഡർ ഉണ്ട് ആ ഒരു ഡെമോ പോർട്ട്ഫോളിയോ, അതിനകത്ത് വന്നിട്ട് ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫോൾഡറിൻ്റെ ആ ഒരു ഇമേജിൻ്റെ നെയിം കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള നെയിമാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു നെയിം റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള നെയിം എന്ന് പറയുന്നത് BG_1 അതുപോലെ തന്നെ 2 എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് BG_3 എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എവിടെയാണോ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് ആ ഒരു നെയിം യൂസ് ചെയ്യും കൂടി ചെയ്യാം. ഇനി നമ്മൾ VS കോഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ BG_3.jpg എന്നാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. PNGയും അതുപോലെ JPG ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോഡിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ഫോർമാറ്റ് .png ആണോ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഗ്ലോബലി ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. BG_1 എന്നുള്ള യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് BG_1.png ആണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് BG_3 എന്ന് കൊടുക്കുക. എന്നിട്ട് .png ഒഴിവാക്കിയിട്ട് .jpg എന്ന് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇനി എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ട്വിറ്ററിൻ്റെ ഒക്കെ ലിങ്ക് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവില്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം ആപ്പിനകത്ത്, അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ VS കോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫയൽ index.html തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യാണ്, ആ ഒരു പാത്ത് മാറ്റി കൊടുക്കുകയാണ്. ഒന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് ആ ഒരു HRFലെ #ഹാഷ്ടാഗ് ഉണ്ട്, ആ #ഹാഷ്ടാഗ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ഒരു HTTPS എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു URL ഉണ്ടല്ലോ അത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്ട്രിങ്ങിനകത്ത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ, ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ faizu.dev എന്ന് പറയുന്ന അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്തോ. ഇനി മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം, ഗിറ്റാബിനകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഗിറ്റാബ് അക്കൗണ്ട് ഇല്ലാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യും,
താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് എങ്ങനെയാണ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തുതരാം. ഇവിടെ ന്യൂ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റെപ്പോസിറ്ററിക്ക് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം നെയിം തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഡെമോ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നെയിം എങ്ങാനും കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ ചേഞ്ച് ആക്കണ്ട, പബ്ലിക് തന്നെ ആയിട്ട് കടന്നോട്ടെ. ഓക്കെ, ബാക്കിയുള്ളവർക്കും കോഡും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗിറ്റിനെ കുറിച്ച് തീരെ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുക, ഗിറ്റിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. ഗിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കാം. അപ്പോൾ ആദ്യം ലോക്കലി ഗിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ആയിരിക്കണം, എല്ലാ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഗിറ്റ് ഇനീറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസ്ഡ് എംറ്റി ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്. ഇവിടെ റീഡ്മി ഫയൽ ആഡ് ചെയ്യാനാണ്. അപ്പോൾ റീഡ്മി എന്താണെന്നൊക്കെ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ റീഡ്മി ഫയലിന് നമുക്ക് ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം, കമ്മിറ്റ് മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ഒരു ഫയൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ട്രാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഗിറ്റ് ആഡ്, അതായത് ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ 100+ ഫയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗിറ്റിലോട്ട് ആഡ് ആവുന്നത്, അതായത് ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാം നമുക്ക്. അതായത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഗിറ്റ് സ്പേസ് കമ്മിറ്റ് സ്പേസ് -m സ്പേസ് ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ കോഡ്സിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഓക്കെ, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കമ്മിറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഗിറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്യുക, ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്യാം. അടുത്തതായിട്ട് ഗിറ്റിൻ്റെ റിമോട്ട് റെപ്പോസിറ്ററി എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ലൈൻ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിമോട്ട് റെപ്പോസിറ്ററി ആഡ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കമാൻഡ് ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫയൽസും എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഗിറ്റിലോട്ട് പുഷ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗിറ്റ്ഹബിൽ വന്നിട്ട് ജസ്റ്റ് ആ ഒരു പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലോക്കലി സിസ്റ്റത്തിലുള്ള എല്ലാ ഫോൾഡേഴ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗിറ്റിലോട്ട് പുഷ് ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫയൽസ് index.html എല്ലാ ഫയൽസും ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ കൺഫേം ചെയ്ത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ URL എന്ന് പറയുന്നത് C അതുപോലെ തന്നെ യൂസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാത്താണ് വരുന്നത്. നമ്മുടേത് ഇനി മാറിയിട്ട് HTTPS എന്ന് പറയുന്ന ലൈവ് ആയിട്ടുള്ള URL ആയിട്ട് മാറും. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, പേജസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണിക്കുന്നുണ്ട്. പേജസിൻ്റെ ആ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ആകെ ഒരു ബ്രാഞ്ച് ഉള്ളൂ, ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പെയ്ഡ് ആയിട്ടുള്ള വേർഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് URL ഇത് തന്നെ മതി നിങ്ങൾക്ക് നോർമലി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യുവർ സൈറ്റ് ഈസ് ലൈവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു HTTPS എന്ന് പറയുന്ന URL കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡേഞ്ചറസ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ഒരു ക്രോമിനകത്താണ്. ചില ബ്രൗസർ എന്ത് ചെയ്യില്ല, ഇത് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു URL നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഫയർഫോക്സിനകത്ത് ഇത് റൺ ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് ഫയർഫോക്സിനകത്ത് ജസ്റ്റ് ഒരു പുതിയ ടാബ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോക്കലി റൺ ചെയ്ത പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ പോകാനായിട്ടില്ല. ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ലോക്കലി അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗിറ്റിലോട്ട് വീണ്ടും പുഷ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചേഞ്ച് വരുത്തിയതിൽ എന്തെങ്കിലും നെയിമിലോ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴെയുള്ള ഇമെയിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ VS കോഡിലോട്ട് വരിക. എന്നിട്ട് ഈ ഒരു ഇമെയിൽ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ശരിക്കും ഇത് കോപ്പി ചെയ്യേണ്ട ജസ്റ്റ് അവിടെ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഗ്ലോബലി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്.
ഗ്ലോബലി അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അത് വരില്ല, ആ സ്പേസ് റിമൂവ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിലുള്ള. ഓക്കെ, ഇപ്പോൾ 2 പേജിൽ അത് കാണിക്കുന്നുണ്ട്, സെയിം ഇമെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. info@gmail ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, codecoders@gmail.com എന്നുള്ള ഇമെയിൽ കൊടുക്കുകയാണ്. ഇനി അത് തന്നെ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് മറ്റേ ഫയലിനകത്തും കൊടുക്കാം. ഗിറ്റിൻ്റെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് VS കോഡിൽ എനിക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കമ്മിറ്റ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്ന് ഈ ഒരു ടെർമിനലിനകത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. അതായത് നമ്മൾ എന്ത് ചേഞ്ച് ആണോ വരുത്തിയിട്ടുള്ളത് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് കൊടുക്കുക. അപ്പോൾ കമ്മിറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് ഗിറ്റ് സ്പേസ് കമ്മിറ്റ് സ്പേസ് -m സ്പേസ് ഡബിൾ കോഡ്സിനകത്ത് എന്ത് ചെയ്യുക, എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, സിമ്പിളായിട്ട് എന്തെങ്കിലും കൊടുക്കുക, ചേഞ്ച് കോൺടാക്ട് ഇമെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കമ്മിറ്റ് മെസ്സേജസ് തന്നെ കൊടുക്കണം നമ്മൾ കമ്പനിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി നമുക്കിത് ഗിറ്റിലോട്ട് പുഷ് ചെയ്യാൻ ഗിറ്റ് സ്പേസ് പുഷ് എന്ന് മാത്രം കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം. നമ്മളെന്തായാലും മെയിൻ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് ബ്രാഞ്ച് ഇല്ല. അതുകൊണ്ട് ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്ത് ചെയ്യുക, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗിറ്റ് പുഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫയൽസും പുഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഫയൽസ് മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, റീഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് കമ്മിറ്റ് 11 മിനിറ്റ്സ് എഗോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കമ്മിറ്റ് മെസ്സേജ് എന്ത് ചെയ്യുന്നു, ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഏത് ഫയലിലാണോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, index.html നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് കോൺടാക്ട് ഇമെയിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ഫയലിനകത്തും കാണിക്കുന്നുണ്ട്. നമ്മൾ ഗിറ്റിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ്സ് എടുക്കും ജസ്റ്റ് അപ്ഡേറ്റ് ആയി വരാൻ ലൈവായിട്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു ഇമെയിലിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തിട്ട് ഇൻഫോൻ്റെ പകരം codecoders@gmail.com എന്ന് പറഞ്ഞ് പുതിയതായിട്ട് നമ്മൾ പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് മാറ്റാം. അതുപോലെ തന്നെ വെബ്സൈറ്റിലുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം ഈസി ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ പോർട്ട്ഫോളിയോ ഈസി ആയിട്ട് കോഡും കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാം. അതുപോലെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് കൂടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എറേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോ, ഞാൻ റിപ്ലൈ ആയിട്ട് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.